Hello friends, welcome to Henry Geography Classes. Myself Rino Mariam. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാപ്പിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ മാപ്പിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഒരു 15 ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ കംപ്ലീറ്റ്ലി കവർ ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പം ഈ ഒരു സെഷനിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ എടുക്കും. ആ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഞാൻ ഓരോ ക്വസ്റ്റ്യൻ എടുക്കുമ്പോഴും നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, അതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തുക, അതിനുശേഷം വീഡിയോ റീസ്റ്റാർട്ട് ചെയ്ത് കാണണം. എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം ആ ഒരു ആൻസർ ശരിയാണോ എന്നുള്ളത്. ഓരോ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫാക്ട്സും ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു 15 ക്വസ്റ്റ്യൻസിലൂടെ കംപ്ലീറ്റ് ആ മാപ്പിംഗ് എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യും. അതുമാത്രമല്ല PSC ഇതിനു മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇങ്ങനത്തെ വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ PSC പഠിക്കുന്ന മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോയാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ സമയം കളയാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാപ്പിംഗ് ത്രൂ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് വളരെ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രഫി. എന്താണ് കാർട്ടോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കാർട്ടോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പ് മേക്കിങ്ങിനെയാണ് കാർട്ടോഗ്രഫി എന്ന് പറയുന്നത്. ഈ വേർഡ് വന്നത് ഫ്രഞ്ച് വേർഡായ കാർട്ടെ എന്ന വാക്കിൽ നിന്നാണ്. കാർട്ടെ എന്ന് പറഞ്ഞാൽ മാപ്പ് എന്നാണ് അർത്ഥം. ഓക്കെ, ഇത് ഒരു ഫ്രഞ്ച് വേർഡാണ് എന്നും കൂടെ ഓർത്തിരിക്കുക. കാർട്ടെ എന്ന് പറയുന്ന ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് കാർട്ടോഗ്രഫി എന്ന വേർഡ് വന്നത്. എന്താണ് കാർട്ടോഗ്രഫി? മാപ്പ് മേക്കിങ്ങിനെയാണ് കാർട്ടോഗ്രഫി എന്ന് പറയുന്നത്. ഇനി ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രഫി തന്നിരിക്കുന്നതിൽ ആരാണ് മോഡേൺ കാർട്ടോഗ്രഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കിയേ, ആരാണ്? യെസ്, മെർക്കാപ്റ്റർ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. മെർക്കാപ്റ്റർ ആണ് നമ്മുടെ മോഡേൺ കാർട്ടോഗ്രഫിയുടെ ഫാദർ അല്ലെങ്കിൽ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ അനാക്സിമാൻഡറും അന്റോണിയോ പെലഗ്രീനിയും ആൽഫ്രഡ് വെഗ്നറൊക്കെ ആരാണ്? അനാക്സിമാൻഡർ ആണ് ആദ്യമായി മാപ്പ് നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന വ്യക്തി. ഒരു വ്യക്തി ആദ്യമായി മാപ്പ് നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്നുണ്ടെങ്കിൽ അത് അനാക്സിമാൻഡർ ആണ്. ഇനി ആരാണ് അന്റോണിയോ പെലഗ്രിനി? അന്റോണിയോ പെലഗ്രിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭൂഖണ്ഡങ്ങളെല്ലാം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ഭൂഖണ്ഡം കിട്ടും എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് അന്റോണിയോ പെലഗ്രിനി. ഇനി കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയുടെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ഫലക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ആൽഫ്രഡ് വെഗ്നർ. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരാണ് മോഡേൺ കാർട്ടോഗ്രഫിയുടെ ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രഫി എന്ന് അറിയപ്പെടുന്നത്? അത് മെർക്കാപ്റ്റർ ആണ്, മാറിപ്പോകരുത്. ആൽഫ്രഡ് വെഗ്നർ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി പോസ്റ്റുലേറ്റ് ചെയ്ത ആളാണ്. അതിന്റെ സാധ്യത പറഞ്ഞ ആളാണ് അന്റോണിയോ പെലഗ്രിനി. ഓക്കെ, അനാക്സിമാൻഡർ മറക്കരുത്, ആദ്യമായി മാപ്പ് നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന വ്യക്തിയാണ് അനാക്സിമാൻഡർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ചൂസ് കറക്റ്റ് ആൻസർ. Sketches having measurements and scales. Maps are with scales and directions. Plans doesn't have measurements and directions. Choose the correct answer. അപ്പോൾ ഇവിടെ സ്കെച്ചസിനെ കുറിച്ച് പറയുന്നുണ്ട്, മാപ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, പ്ലാൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നതാണ് നോക്കേണ്ടത്. ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സ്കെച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളോടിപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, അതായത് ഒരു ഹോസ്പിറ്റലിലോട്ട് പോകേണ്ട വഴി എവിടെയാണ്, എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലോട്ട് പോകേണ്ട വഴി എവിടെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇന്ന ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങുക, ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് നേരെ റൈറ്റിലോട്ട് തിരിയുക അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ടുള്ള വഴിയിലോട്ട് തിരിയുക, ഇങ്ങനെ പറയാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ നമ്മുടെ വീട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും നിങ്ങളൊരു പണി ചെയ്യണം, തിരുവനന്തപുരത്ത് സ്റ്റാച്യു എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങുക. സ്റ്റാച്യു എന്ന് ഇറങ്ങുമ്പോൾ അവിടേക്ക് 4 വഴികൾ കാണാം. ആ 4 വഴികളിൽ നിങ്ങൾ വന്ന് ഇറങ്ങുന്ന സൈഡിലുള്ള ആ വഴി, അതിലൂടെ നടക്കുമ്പോൾ വീണ്ടും ഫസ്റ്റ് കാണുന്ന
റൈറ്റ് ഇടവഴി കൂടെ കയറുമ്പോൾ അവിടുത്തെ മൂന്നാമത്തെ വീടാണ് എൻ്റെ വീട് എന്ന് പറയും അല്ലേ. അപ്പോൾ നമ്മൾ ഒരു സുഹൃത്തിന് അല്ലെങ്കിൽ ഒരാൾക്ക് മെഷർമെൻറ്റ്സ് ഇല്ലാതെ തന്നെ നമ്മുടെ ഇമാജിനേഷൻസിൽ നിന്ന് എടുത്ത് ഒരു സ്ഥലത്തെ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ സ്കെച്ച് എന്ന് പറയുക. സ്കെച്ചിൻ്റെ പ്രത്യേകത അവിടെ മെഷർമെൻറ്റ്സ് ഉണ്ടാവില്ല. അവിടെ ജസ്റ്റ് ഒരാളുടെ ഇമാജിനേഷൻസിൽ നിന്ന് എടുത്ത് ഒരു പിക്ചർ വരയ്ക്കുന്നതിനെയാണ് സ്കെച്ച് എന്ന് പറയുക. സോ സ്കെച്ചസ് ഹാവിങ് മെഷർമെൻറ്റ്സ് ആൻഡ് സ്കെയിൽസ്. അത് തെറ്റാണ്. സ്കെച്ച് വരയ്ക്കുന്നതിന് നമുക്ക് മെഷർമെൻറ്റ്സിൻ്റെയും ആവശ്യമില്ല, സ്കെയിൽസിൻ്റെയും ആവശ്യം ഇല്ല. ഇനി മാപ്സ് ആർ വിത്ത് സ്കെയിൽസ് ആൻഡ് ഡയറക്ഷൻ. അത് ശരിയാണ്. മാപ്പ് എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക്കായി വരയ്ക്കുന്നതാണ്. ഭൂപടങ്ങൾ എപ്പോഴും സയൻറ്റിഫിക് ആയിട്ടാണ് വരയ്ക്കുക. അതിന് സ്കെയിൽസും ഉണ്ടാവാറുണ്ട്, ഡയറക്ഷൻസും ഉണ്ടാവാറുണ്ട്. നിങ്ങൾ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ മാപ്പിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവും നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവും. അത് മാത്രമല്ല മാപ്പിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ടാവും 1000 കിലോമീറ്റേഴ്സ് മാപ്പിൽ എത്ര സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണിക്കും മാപ്പിലെ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് റിയലിസ്റ്റിക്കലി 1000 കിലോമീറ്റേഴ്സ് ആണ് എന്ന് മാപ്പിൽ എഴുതിയിട്ടുണ്ടാവും. ഇതിനെയാണ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പം മാപ്പിനാണെങ്കിൽ സ്കെയിലും ഉണ്ട്, ഡയറക്ഷൻസും ഉണ്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അടുത്തത് നോക്കിയേ, പ്ലാൻസ് ഡസൻ ഹാവ് മെഷർമെൻറ്റ്സ് ആൻഡ് ഡയറക്ഷൻസ്. പ്ലാൻസിനാണെങ്കിൽ മെഷർമെൻറ്റ്സും ഡയറക്ഷനും ഇല്ല. അതും തെറ്റാണ്. പ്ലാൻസിനും ഡയറക്ഷൻസ് ഉണ്ടാവും, മെഷർമെൻറ്റ്സ് ഉണ്ടാവും. എന്താണ് പ്ലാനിന് എക്സാമ്പിൾ? നമ്മൾ വീട് പണിയുന്നതിന് മുമ്പ് വീടിൻ്റെ പ്ലാൻ വരയ്ക്കും. ഇപ്പോൾ വീടിൻ്റെ പ്ലാൻ നോക്കിക്കോ നിങ്ങൾ. വീടിൻ്റെ പ്ലാനിൻ്റെ മുകളിലായിട്ട് നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. നമുക്കറിയാം, നമ്മളോട് പറയാറുണ്ട് കിഴക്ക് ദർശനമുള്ള വീട് അല്ലെങ്കിൽ പടിഞ്ഞാറ് ദർശനമുള്ള വീട്. കാരണം അത് ഡയറക്ഷൻ നോക്കിയാണ് വരയ്ക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അതിൽ കൃത്യമായി കാണിച്ചിട്ടുണ്ടാവും എത്ര മീറ്റർ ആണ് അല്ലെങ്കിൽ എത്ര ഫീറ്റ് ആണ്. ഫീറ്റിലായിരിക്കും കാണിക്കുക എത്ര അടിയാണ്, ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര അടിയാണ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പം മെഷർമെൻറ്റ്സും ഡയറക്ഷൻസും ഉള്ള ആൾക്കാരാണ് പ്ലാൻ എന്ന് പറയുന്നത്. പ്ലാനിനും മാപ്പിനും ഇത് രണ്ടിനും സ്കെയിൽസും ഡയറക്ഷൻസും ഉണ്ട്. പക്ഷേ സ്കെച്ചസിന് സ്കെയിൽസും ഡയറക്ഷൻസും ഇല്ല. അപ്പോൾ ചൂസ് ദി കറക്റ്റ് ആൻസർ ആണ്. രണ്ടാമത്തെ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക, 2 only. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കെയിൽസ് ആർ യൂസ്ഡ് ഇൻ മാപ്പിംഗ്? മാപ്പിങ്ങിൽ ഉപയോഗിക്കുന്ന സ്കെയിൽസ് ഏതൊക്കെ? സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ്, റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ മെത്തേഡ്, ഗ്രാഫിക്കൽ മെത്തേഡ്. ചൂസ് ദി കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങളത് അറിഞ്ഞിരിക്കണം. നമ്മുടെ SCERT കൊടുത്തിട്ടുണ്ട് മാപ്പിങ്ങിൽ നമ്മൾ സ്കെയിൽസ് ഉപയോഗിക്കാറുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, സ്കെയിൽ എന്ന് പറഞ്ഞാൽ ആ മാപ്പിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് റിയലിസ്റ്റിക്കലി എത്രയാണ് അത് എഴുതുന്നതിനെയാണ് സ്കെയിൽ എന്ന് പറയുക. മാപ്പിങ്ങിൽ ഈ 3 സ്കെയിൽസും ഉപയോഗിക്കാറുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിലിങ്ങനെ എഴുതും 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1000 കിലോമീറ്റേഴ്സ് എന്ന് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട്, ഒരു പ്രസ്താവനയായിട്ട് തന്നെ ആ മാപ്പിൽ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ സ്കെയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുക. അടുത്താണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ മെത്തേഡ്. എന്താണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ മെത്തേഡ് എന്ന്? അതായത് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്, ഓക്കെ, 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ 1000 കിലോമീറ്റർ ആണെങ്കിൽ അതിൽ കാണിക്കും 1000 കിലോമീറ്റർ അല്ലേ, അപ്പോൾ ഇങ്ങനെ കാണിക്കും. അതായത് പേപ്പറിൽ 1 സെൻറ്റിമീറ്റർ ആണ്, റിയലിസ്റ്റിക്കലി അത് എത്ര കിലോമീറ്റർ ആണ്? 10 ലക്ഷം സെൻറ്റിമീറ്റർ ആണ്. റിയലിസ്റ്റിക്കലി അത് 1 സെൻറ്റിമീറ്റർ ആണ്, എന്നാൽ ഇതിൽ റിയലിസ്റ്റിക്കലി അത് 10 ലക്ഷം സെൻറ്റിമീറ്റർ ആണ്. മാപ്പിൽ 1 സെൻറ്റിമീറ്റർ വെച്ച് വരച്ച് കാണിക്കുന്ന സാധനം യഥാർത്ഥ ജീവിതത്തിൽ വരുമ്പോൾ 10 ലക്ഷം സെൻറ്റിമീറ്റർ ആയിട്ട് വരും. ഓക്കെ, ഇതിനാണ് ഫ്രാക്ഷൻ മെത്തേഡ് എന്ന് നമ്മൾ പറയുക. ഇനി അടുത്തതാണ് ഗ്രാഫിക്കൽ മെത്തേഡ്. അപ്പം ഫ്രാക്ഷൻ മെത്തേഡും ഒരു സ്കെയിലിംഗ് മെത്തേഡാണ്. ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില മാപ്പിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ടാവും, അതായത് വിട്ട് നിൽക്കുന്ന രീതിയിൽ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. ഇതിനെയാണ് സ്കെയിൽ മെത്തേഡ് എന്ന് പറയും. എന്നിട്ട് ഇവിടെ എഴുതും 5 കിലോമീറ്റർ, ഇത് അടുത്ത 5 കിലോമീറ്റർ, ഇത് അടുത്ത 5 കിലോമീറ്റർ. അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡിലും നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? സ്കെയിൽസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞിരുന്നോ? ഈ 3 മെത്തേഡുകളാണ് മാപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക, ഓൾ ഓഫ് ദി എബോവ്. അപ്പോൾ മറക്കരുത്, ഇത് പഠിച്ചു വെച്ചോളുക. എന്തൊക്കെ സ്കെയിൽസ് ആണ് മാപ്പിങ്ങിന് യൂസ് ചെയ്യുക? സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്, റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്, ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. അടുത്തതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് കൾച്ചറൽ മാപ്പ്? താഴെ തന്നിരിക്കുന്നതിൽ
ഏതാണ് കൾച്ചറൽ മാപ്പിന് എക്സാമ്പിൾ അല്ലാത്തത്? അഗ്രികൾച്ചറൽ മാപ്പ്, സോയിൽ മാപ്പ്, പൊളിറ്റിക്കൽ മാപ്പ് ആൻഡ് ഹിസ്റ്റോറിക്കൽ മാപ്പ്. അപ്പോൾ എല്ലാവരും ഒന്ന് ആൻസർ കണ്ടുപിടിച്ചേ. ഓക്കെ, ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നോക്കിക്കേ, കൾച്ചറൽ മാപ്പ് എന്നാ പറയുന്നത്. മാപ്പിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ഫിസിക്കൽ മാപ്പ് എന്നും കൾച്ചറൽ മാപ്പ് എന്നും. എങ്ങനെയാണ് നമ്മൾ തിരിക്കുന്നത്? ഫിസിക്കൽ മാപ്പ് എന്നും അതുപോലെ തന്നെ കൾച്ചറൽ മാപ്പ് എന്നും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഫിസിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ കാണിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നാച്ചുറൽ കാര്യങ്ങളെ കാണിക്കുന്ന, പ്രകൃതിദത്തമായ സംഭവങ്ങളെ കാണിക്കുന്ന മാപ്പാണ് ഫിസിക്കൽ മാപ്പ് എന്ന് പറയുന്നത്. കൾച്ചറൽ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻമെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ, മനുഷ്യനിർമ്മിതമായ വസ്തുക്കളെ കാണിക്കുന്ന മാപ്പിനെയാണ് കൾച്ചറൽ മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതിൽ കൾച്ചറൽ മാപ്പിന് എക്സാമ്പിൾ ഏതാണ്? അല്ല, ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ. കൾച്ചറൽ മാപ്പിന് എക്സാമ്പിൾ അല്ലാത്തത് എന്നാണ് ചോദിച്ചത്. കൾച്ചറൽ മാപ്പിന് എക്സാമ്പിൾ അല്ലാത്തത് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ മാപ്പിന് അല്ലെങ്കിൽ ഫിസിക്കൽ മാപ്പിന് എക്സാമ്പിൾ ചെയ്ത്. ഇതിൽ നാച്ചുറൽ ആയിട്ട് കാണുന്നത് ഏതാ? സോയിലാണ്. അപ്പോൾ സോയിലാണ് ഇവിടെ ആൻസർ. സോയിലാണ് ഇവിടുത്തെ ഫിസിക്കൽ മാപ്പ് എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ മാൻമെയ്ഡ് ആണ്, മനുഷ്യനാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അഗ്രികൾച്ചറൽ മാപ്പ് എന്ത് മാപ്പാണ്? അഗ്രികൾച്ചറൽ മാപ്പ് ഫിസിക്കൽ മാപ്പാണ്. അഗ്രികൾച്ചറൽ മാപ്പ് ഫിസിക്കൽ മാപ്പാണ്. പൊളിറ്റിക്കൽ മാപ്പ്, അതായത് പൊളിറ്റിക്കൽ ബൗണ്ടറി, ഒരു രാജ്യത്തിൻ്റെ അതിർത്തി തീരുമാനിക്കുന്നതും മനുഷ്യനാണ്. അപ്പോൾ അതെന്ത് മാപ്പാ? അതും ഫിസിക്കൽ മാപ്പാണ്. ഇനി ഹിസ്റ്റോറിക്കൽ മാപ്പ്. ഹിസ്റ്റോറിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ പണ്ടത്തെ ഇറ്റലി അല്ല ഇപ്പോഴത്തെ ഇറ്റലി. പണ്ടത്തെ ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പാകിസ്ഥാനും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ പാകിസ്ഥാൻ ഇൻക്ലൂഡഡ്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ മാപ്പ് മനുഷ്യൻ എങ്ങനെയാണോ പിടിച്ചെടുക്കുന്നത് അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഹിസ്റ്റോറിക്കൽ മാപ്പ് എന്താ? മനുഷ്യൻ്റെ ഇതിൽ വരുന്നത്. അപ്പോൾ അതും ഫിസിക്കൽ അല്ല, ഞാൻ പറഞ്ഞു മാറിപ്പോയതാ. ഇതെല്ലാം എന്താ? കൾച്ചറൽ മാപ്പുകളാണ്. ഇതെല്ലാം കൾച്ചറൽ മാപ്പുകളാണ്. ഫിസിക്കൽ അല്ല, കൾച്ചറൽ. കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കൾച്ചറൽ മാപ്പുകളാണ് ഇതെല്ലാം. ഞാൻ പറഞ്ഞു മാറിപ്പോയതാ. അഗ്രികൾച്ചർ മനുഷ്യൻ ഉണ്ടാക്കുന്നത്, അപ്പോൾ അത് കൾച്ചറൽ മാപ്പാണ്. പൊളിറ്റിക്കൽ മാപ്പ് മനുഷ്യൻ ഉണ്ടാക്കുന്ന കൾച്ചറൽ മാപ്പ്. ഹിസ്റ്റോറിക്കൽ മാപ്പ്, ഹിസ്റ്റോറിക്കലി എല്ലാ രാജ്യങ്ങളുടെയും ഭൂപടം ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കൾച്ചറൽ മാപ്പാണ്. ഇനി ഫിസിക്കൽ മാപ്പിലാണ് സോയിൽ വരിക. ഞാൻ പറഞ്ഞില്ല, ഫിസിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നതല്ല, അത് നാച്ചുറലി അവിടെ പ്രസന്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഫിസിക്കൽ മാപ്പ്. ഇനി ഫിസിക്കൽ മാപ്പിൽ വരുന്ന ബാക്കി മാപ്പുകൾ ഏതെല്ലാം? ഫിസിക്കൽ മാപ്പിൽ വരുന്ന ബാക്കി ആൾക്കാർ ആരൊക്കെയാണ്? അപ്പോൾ ഫിസിക്കൽ മാപ്പിൽ വരുന്ന ബാക്കി ആൾക്കാരാണ് ഫോറസ്റ്റ് മാപ്പ്, സോയിൽ മാപ്പ്, അതുപോലെ തന്നെ റിവറിൻ്റെ മാപ്പ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ മാപ്പിനെ വിളിക്കുന്ന പേരെന്താ? ആസ്ട്രോണോമിക്കൽ. അപ്പോൾ ഓർത്തിരുന്നു, നക്ഷത്ര സമൂഹങ്ങളുടെ മാപ്പ്. ഇതെല്ലാം നാച്ചുറലായി കാണുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഈ മാപ്പിനെയാണ് ഫിസിക്കൽ മാപ്പ് എന്ന് പറയുക. മനുഷ്യനിർമ്മിതമായ സാധനത്തിനെയാണ് കൾച്ചറൽ മാപ്പ് എന്ന് പറയുക. നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് കൾച്ചറൽ മാപ്പിന് എക്സാമ്പിൾ അല്ലാത്തത്. ഇത് കൾച്ചറൽ മാപ്പാണ്, ഇത് കൾച്ചറൽ മാപ്പാണ്, ഇത് കൾച്ചറൽ മാപ്പാണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ അല്ലാത്തത് ബി മാത്രമാണ്, സോയിൽ മാപ്പ്. അപ്പോൾ ഫിസിക്കൽ മാപ്പും കൾച്ചറൽ മാപ്പും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇനി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിങ് ഫിസിക്കൽ മാപ്പ്. ഫിസിക്കൽ മാപ്പിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനി ആരും തെറ്റിക്കരുത്, എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാൻ നോക്കിക്കേ. ഇറ്റ് റെപ്രസെൻറ്റ്സ് ഓൺലി നാച്ചുറൽ തിങ്സ്. ആസ്ട്രോണോമിക്കൽ മാപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇറ്റ്. ശരിയാണോ? ശരിയാണ് അല്ലേ? ഇറ്റ് റെപ്രസെൻറ്റ്സ് ഓൺലി നാച്ചുറൽ തിങ്സ്. ഫിസിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ തിങ്സിനെ കാണിക്കുന്ന. ശരിയാണ്. ഇനി നാച്ചുറൽ തിങ് ആണ് എന്ത്? നക്ഷത്ര സമൂഹങ്ങൾ. അങ്ങനെയാണെങ്കിൽ ആസ്ട്രോണോമിക്കൽ മാപ്പ് എന്താണ്? അത് ഫിസിക്കൽ മാപ്പാണ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ചൂസ് ദി കറക്റ്റ് ആൻസർ ബോത്ത് 1 and 2. രണ്ടുപേരും വരും. അടുത്തത്, ചൂസ് ദി കറക്റ്റ് statements about cadastral mapping. Question cadastral mapping നെ കുറിച്ചാണ്. ഇത് നമ്മുടെ ഓൾറെഡി PSC ചോദിച്ച ഒരു സംഭവമാണ് cadastral map. അപ്പോൾ എല്ലാവരും ഇത് വായിച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ നോക്കാം. Maps are prepared to record the boundaries and ownership details of a land. These maps are used to assess the land tax. Village map is an example for it. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരി എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? നോക്കിക്കേ.
ഓക്കെ, ആൻസർ കിട്ടിയല്ലോ എല്ലാവർക്കും. മാപ്സ് ആർ പ്രിപ്പയർഡ് ടു റെക്കോർഡ് ദ ബൗണ്ടറീസ് ആൻഡ് ഓണർഷിപ്പ് ഡീറ്റെയിൽസ് ഓഫ് ദ ലാൻഡ്. ശരിയാണ്. കഡസ്ട്രൽ മാപ്പ് എന്ന് പറയുന്നത് കഡസ്ട്രെ എന്ന ഫ്രഞ്ച് വേർഡിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. എന്താണ് കഡസ്ട്രെ എന്ന വേർഡിൻ്റെ അർത്ഥം? കഡസ്ട്രെ എന്ന വേർഡിൻ്റെ അർത്ഥം തന്നെ പ്രോപ്പർട്ടി രജിസ്റ്റർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ രജിസ്റ്റർ ആണ് ശരിക്കും പറഞ്ഞാൽ, അതായത് നമ്മുടെ വില്ലേജിലൊക്കെ നമ്മുടെ വീടുകളുടെ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ, നമ്മുടെ പറമ്പിൻ്റെയൊക്കെ സ്കെച്ച് ഉണ്ടാവും. അതിനെയാണ് കഡസ്ട്രൽ മാപ്പ് എന്ന് വിളിക്കുന്നത്. ഈ കഡസ്ട്രൽ മാപ്പിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? കഡസ്ട്രൽ മാപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, വില്ലേജിൽ നമ്മുടെ സ്ഥലത്തിൻ്റെ സ്കെച്ച് ഉണ്ടാവും. അതിനാണ് കഡസ്ട്രൽ മാപ്പ് എന്ന് പറയുന്നത്. അതിൽ കൃത്യമായി ഒരാളുടെ പേരിലുള്ള സ്ഥലം എത്രയാണ്, അതിൻ്റെ ബൗണ്ടറി എത്രയാണ്, എന്തോരം വരും എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ആരുടെയാണ് ആ പ്രോപ്പർട്ടി എന്നും ആ രജിസ്റ്ററിലുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കഡസ്ട്രൽ മാപ്സ് ആർ പ്രിപ്പയർഡ് ടു റെക്കോർഡ് ദ ബൗണ്ടറീസ്. ഓർത്തിരിക്കുക, അതിൽ ബൗണ്ടറീസ് കൊടുത്തിട്ടുണ്ടാവും, ഓണർഷിപ്പും കൊടുത്തിട്ടുണ്ടാവും. ആരുടെയാണ് ആ ലാൻഡ്, ആ ലാൻഡിന്റെ ബൗണ്ടറി എവിടെ വരെയാണ് എന്നും അറിയാം. ദീസ് മാപ്സ് ആർ യൂസ്ഡ് ടു അസസ് ലാൻഡ് ടാക്സ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് വില്ലേജിൽ സൂക്ഷിക്കുന്നത്? ലാൻഡ് ടാക്സ് അസസ് ചെയ്ത് അത് കളക്ട് ചെയ്യാൻ വേണ്ടി, എത്രത്തോളം കരം പിരിക്കണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് വില്ലേജിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഇത് കീപ്പ് ചെയ്യുന്നത്. അടുത്ത വില്ലേജ് മാപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദിസ്. ഈ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. വില്ലേജ് മാപ്പാണ് ഇതിന് എക്സാമ്പിൾ. ഇനി ഒരു കാര്യം, ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ അതിർത്തി തർക്കങ്ങൾ തീർക്കാനായി ഉപയോഗിക്കുന്ന മാപ്പ് ഏതാണ്? അതും കഡസ്ട്രൽ മാപ്പാണ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൻ്റെ അതിർത്തിയുടെ പേരിൽ തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വില്ലേജിൽ പോയി സ്കെച്ച് എടുക്കും അതിർത്തി തർക്കങ്ങൾ തീർക്കാനായി. ആ മാപ്പ് കഡസ്ട്രൽ മാപ്പാണ്. ഈ 3 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓൾ 3 സ്റ്റേറ്റ്മെന്റ്സ് ആർ റൈറ്റ്. ഇനി കഡസ്ട്രൽ മാപ്പ് തെറ്റരുത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കഡസ്ട്രൽ മാപ്പിൽ ബൗണ്ടറിയും ഓണർഷിപ്പും കാണിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് അത് സൂക്ഷിക്കുന്നത്? ലാൻഡ് ടാക്സ് അളക്കാൻ വേണ്ടിയിട്ട്. തർക്കങ്ങൾ വരുമ്പോൾ യൂസ് ചെയ്യുന്ന കഡസ്ട്രൽ മാപ്പാണ്. വില്ലേജ് മാപ്പാണ് അതിന് എക്സാമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇതും നമ്മുടെ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. Imaginary lines joining the places having same elevation above the sea level is known as. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഒരുപോലെ ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ? ഓക്കെ, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിച്ചേ. ഓക്കെ, ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഏതാണ്? ഐസോ ഹൈറ്റ്സ് ആണോ? കുറേ പേർക്ക് സംശയം വരും. ഹൈറ്റ് കാണുമ്പോൾ ഹൈറ്റ് ഉയരം, ഹൈറ്റ് ആണോ? ഒരേ ഉയരം അല്ല. ഐസോ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരുപോലെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ, ഒരുപോലെ റെയിൻഫോൾ ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന വരയാണ് ഐസോ ഹൈറ്റ്സ്. കോണ്ടൂർ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഒരേ ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന വരയാണ്. അപ്പം ഇതാണ് നമ്മുടെ ആൻസർ. ഇനി തെറ്റിപ്പോരുത്. കോണ്ടൂർ ലൈൻസ് ആണ് ഒരേ ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന വര. ഇനി ഐസോ നെംഫ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചോ, ക്ലൗഡിനെസ് ആണ്. ഒരേ ക്ലൗഡിനെസ് ഉള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഒരേപോലെ ക്ലൗഡ് ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന വരകളാണ് ഐസോ നെംഫ്. അടുത്താണ് ഐസോ ഹാലൈൻ. ഐസോ ഹാലൈൻ എന്ന് പറഞ്ഞാൽ ഒരേ സലൈനിറ്റി. അതിൽ നമുക്കറിയാൻ പറ്റും ഹ ലൈൻ, അപ്പോൾ സ ലൈൻ. ഒരേ സലൈനിറ്റി ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന വരകളാണ് ഐസോ ഹാലൈൻസ്. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ ഐസോ ബാർ എന്ന് പറഞ്ഞാൽ ബാരോമീറ്റർ. എന്തിനു അളക്കുന്നത്? എന്തിനുപയോഗിക്കുന്നത്? പ്രഷർ അളക്കാൻ. അപ്പോൾ ഒരുപോലെ പ്രഷറുള്ള സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന വരകളാണ് ഐസോ ബാർ. ഇനി ഐസോ തേം എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പറേച്ചർ. അപ്പോൾ ഒരേപോലെ ടെമ്പറേച്ചറുള്ള സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന വരകളാണ് ഐസോതെർമ്. ടെമ്പറേച്ചർ, ബാർ ബാരോമീറ്റർ. ഓർത്താൽ മതി, പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. അപ്പോൾ പ്രഷർ, അന്തരീക്ഷത്തിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഒരുപോലെയുള്ള സ്ഥലങ്ങളെ തമ്മിൽ അളക്കുന്നതാണ്, കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന വരയാണ് ഐസോബാർ. ഹാലൈൻ, സലൈൻ, അങ്ങനെ ഓർത്താൽ മതി. ഇപ്പോൾ ഹാലൈൻ, സലൈൻ. ഐസോ ഹാലൈൻ ഒരുപോലെ സലൈനിറ്റി ഉള്ള സ്ഥലങ്ങളെ. നെംഫ് എന്ന് പറഞ്ഞാൽ നെബുല എന്ന വേർഡ് ഓർത്താൽ മതി. നെബുല എന്ന് പറഞ്ഞാൽ ക്ലൗഡ് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പം നെംഫ് ഒരേ ക്ലൗഡിനെസ് ഉള്ള സ്ഥലങ്ങളെ. കോണ്ടൂർ ലൈൻസ് ഒരേ ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളെ. ഐസോ ഹൈറ്റ്സ് ഒരേ റെയിൻഫോൾ ഉള്ള സ്ഥലങ്ങളെ. ഇനി ഐസോ ടാക്ക്
ഐസോടാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡ് സ്പീഡ്, ഒരേ വിൻഡ് സ്പീഡുള്ള സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന വരകളാണ് ഐസോടാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ്. ഇനി ഐസോഹ്യൂം ഉണ്ട്. ഐസോഹ്യൂം എന്ന് പറഞ്ഞാൽ ഒരുപോലെ ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലങ്ങളെ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന വര, ഒരുപോലെ ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന വരയാണ് ഐസോഹ്യൂം. അപ്പോൾ ഇവിടെ നിന്ന് വരാവുന്ന മാക്സിമം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തത് എലവേഷൻ ഓഫ് എ റഗ്ഡ് ടെറൈൻ. കണ്ടോ, എലവേഷൻ ഓഫ് എ റഗ്ഡ് ടെറൈൻ ഈസ് റെപ്രസെന്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബ്രോക്കൺ ലൈൻസ്. ഇറ്റ് ഈസ് നോൺ എസ് റഗ്ഡ് ടെറൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ, ഇതിനാണ് റഗ്ഡ് ടെറൈൻ എന്ന് പറയുക. അപ്പോൾ റഗ്ഡ് ടെറൈൻ്റെ ഹൈറ്റ് കാണിക്കാനായി ഉപയോഗിക്കുന്ന ബ്രോക്കൺ ലൈൻസ്, അതായത് ഈ വര ഇങ്ങനെ ഒറ്റയടിക്കല്ല വരയ്ക്കുക, ഇതിങ്ങനെ വിട്ടാണ് വരയ്ക്കുന്നത്. അങ്ങനെയുള്ള വരകൾ, അവയെ പറയുന്ന പേരെന്താണ്? കോണ്ടൂർ ലൈൻ, ഫോം ലൈൻ, ബെഞ്ച് മാർക്ക് മെത്തേഡ്, സ്പോട്ട് ഹൈറ്റ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതൊരു പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ PSC ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. അത് ഫോം ലൈൻസാണ്. അപ്പം നിങ്ങൾ ഓർത്തിരുന്നോ, ഒരു സ്ഥലത്ത് റഗ്ഡ് ടെറൈൻ ആണെങ്കിൽ, അതായത് ഡിഫിക്കൽട്ട് ടെറൈനെ കയറി ഇറങ്ങിയിരിക്കുന്ന പ്രകൃതിയാണെങ്കിൽ അവിടുത്തെ ഹൈറ്റ് കാണിക്കാനായി ഉപയോഗിക്കുന്ന ബ്രോക്കൺ ലൈൻസിനെയാണ് ഫോം ലൈൻ എന്ന് പറയുന്നത്. ഇത് സാധാരണ ബ്രൗൺ കളറിലാണ് വരയ്ക്കുക. ഈ ലൈൻസ് സാധാരണ വരയ്ക്കുന്നത് ബ്രൗൺ കളർ കൊണ്ടാണ്. അപ്പോൾ ഫോം ലൈൻസ് ആണ് റഗ്ഡ് ടെറൈനിൽ ഉപയോഗിക്കുക, ഇത് ബ്രോക്കൺ ലൈൻസാണ്. കോണ്ടൂർ ലൈൻസ് എന്താണ് എന്ന് നിങ്ങൾ കണ്ടു. കോണ്ടൂർ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോണ്ടൂർ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു കയറ്റം അതിങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഈ ഉയരങ്ങളെ, സ്മൂത്ത് ആയിട്ടുള്ള ഉയരങ്ങളെ കാണിക്കാൻ ഉപയോഗിക്കുന്ന വരകളാണ് കോണ്ടൂർ ലൈൻസ്. ഇനി ബെഞ്ച് മാർക്ക് മെത്തേഡ് ഉണ്ട്. ബെഞ്ച് മാർക്ക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബിൽഡിങ്സ്, അതുപോലെ തന്നെ ഡാമുകൾ, ഇവരുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു ലെവലിൽ കൂടാൻ പാടില്ല. നമ്മളോട് ചില സ്ഥലങ്ങളിൽ പറയില്ലേ, ബിൽഡിംഗ് പണി കഴിക്കുമ്പോൾ ഇത്രയും മീറ്റർ ഉയരമേ വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഡാം പണി കഴിക്കുമ്പോൾ ഇത്രയും മീറ്റർ ഉയരം വരാൻ പാടുള്ളൂ. അപ്പോൾ ബിൽഡിങ്സിൻ്റെയും ഡാമിൻ്റെയൊക്കെ ഹൈറ്റ് ഒരു പരിധിയിൽ കൂടാൻ പാടില്ല. അപ്പോൾ ഈ ബിൽഡിങ്സിൻ്റെയും ഡാമിൻ്റെയും ഹൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് BM എന്ന ലെറ്റർ എഴുതിയതിന് ശേഷമാണ്. ഇപ്പോൾ 10 മീറ്റർ ആണ് ഉയരുന്നെങ്കിൽ BM 10 മീറ്റേഴ്സ് അങ്ങനെയായിരിക്കും കാണിക്കുക. അപ്പോൾ ഇതിനെയാണ് ബെഞ്ച് മാർക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്പോട്ട് ഹൈറ്റ്. എന്താണ് സ്പോട്ട് ഹൈറ്റ് എന്ന് പറയുന്നത്? നമ്മളിപ്പോൾ ഇന്ത്യയുടെ ഭൂപടം അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളുടെയൊക്കെ ഭൂപടം എടുക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ ഒരു ബ്ലാക്ക് സ്പോട്ട് കൊടുത്തിട്ട് ഹൈറ്റ് രേഖപ്പെടുത്തിയേക്കുന്ന കാണാൻ പറ്റും. 8843 എന്ന് പറഞ്ഞിട്ട് ഹൈറ്റ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ പറ്റും. അതായത് ഇതിനെയാണ് സ്പോട്ട് ഹൈറ്റ് മെത്തേഡ് എന്ന് പറയുക. ഒരു പർട്ടിക്കുലർ പീക്കിൻ്റെ, ഒരു കൊടുമുടിയുടെ ഉയരം കാണിക്കാനായിട്ട് നമ്മൾ അവിടെ ഒരു ബ്ലാക്ക് ഡോട്ട് കൊടുത്തിട്ടോ കൊടുക്കാതെയോ അതിൻ്റെ ഉയരം രേഖപ്പെടുത്തുന്നതിനെയാണ് സ്പോട്ട് ഹൈറ്റ് എന്ന് പറയുക. ഇത് പ്രകൃതിയിൽ കാണുന്ന കൊടുമുടികൾ, പർവ്വതങ്ങൾ, ഇവരുടെ ഹൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്പോട്ട് ഹൈറ്റ് ഉപയോഗിക്കുക. ഇനി നാലാമതൊരു മെത്തേഡും കൂടി ഉണ്ട്, ഹൈറ്റ് അല്ലെങ്കിൽ എലവേഷൻ കാണിക്കുന്ന. ആ നാലാമതല്ല, അഞ്ചാമത്. ആ അഞ്ചാമത്തെ മെത്തേഡിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്. ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്തിൻ്റെ ഹൈറ്റ് കാണിക്കുമ്പോൾ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടായിരിക്കും ഹൈറ്റ് കാണിക്കുക. അപ്പോൾ ഒരു സ്ഥലത്ത് ട്രയാങ്കിൾ വരയ്ക്കും, നമ്മൾ ട്രയാങ്കിൾ വരച്ചിട്ട് 8823 എന്ന് എഴുതി കാണിക്കും. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഹിമാലയത്തിൻ്റെ ഹൈറ്റൊക്കെ കാണിക്കുന്നത് ട്രയാങ്കിൾ കൊടുത്തിട്ടാണ്. എന്താണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആ ഒരു പർവ്വതത്തിൻ്റെ ഹൈറ്റ് അളന്നിരിക്കുന്നത് ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് അവർ ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് ആണ് അവിടെ കാണിച്ചേക്കുന്നതെങ്കിൽ നിങ്ങൾ വിചാരിച്ചുകൊള്ളുക, ആ ഒരു പർട്ടിക്കുലർ സംഭവത്തിൻ്റെ ഹൈറ്റ് അളന്നേക്കുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? അത് ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് എലവേഷൻസ് അളക്കാൻ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ അറിഞ്ഞിരിക്കുക, 5 രീതിയിലാണ് മാപ്പിങ്ങിൽ നമ്മൾ ഹൈറ്റ് അളക്കുന്നത്. ഒന്ന് കോണ്ടൂർ ലൈൻ, സ്മൂത്ത് ആയിട്ടുള്ള ഹൈറ്റ് ഉള്ള പ്രദേശങ്ങളെ കാണിക്കാനാണ് കോണ്ടൂർ ലൈൻസ് ഉപയോഗിക്കുക. കോണ്ടൂർ ലൈനും ബ്രൗൺ കളറിലാണ് കാണിക്കുന്നത്. ഫോം ലൈൻസ് നമ്മൾ പറഞ്ഞു, ഫോം ലൈൻസ് എന്ന് പറയുമ്പോൾ റഗ്ഡ് ടെറൈൻ കാണിക്കാനാണ്, ഡിഫിക്കൽട്ട് ടെറൈൻസിൻ്റെ ഹൈറ്റ് കാണിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഫോം ലൈൻസ് എന്ന് പറയുന്നത്. ഇത് ബ്രോക്കൺ
ബീക്കൺ ലൈൻസ് ആണ്. അത് മാത്രമല്ല ഇതും എന്ത് കളറിലാണ് കാണിക്കുന്നത്? ബ്രൗൺ കളറിലാണ് വരച്ച് കാണിക്കുന്നത്. ബെഞ്ച് മാർക്ക് മെത്തേഡ് ഞാൻ പറഞ്ഞു, കെട്ടിടങ്ങളുടെയും അതുപോലെ തന്നെ ഡാമുകളുടെയും റിസർവോയേഴ്സിന്റെ ഹൈറ്റ് കാണിക്കാനായി BM എന്ന് എഴുതിയിട്ട് ഹൈറ്റ് കാണിക്കുന്നു. ഇതിനെയാണ് ബെഞ്ച് മാർക്ക് എന്ന് പറയുക. സ്പോട്ട് ഹൈറ്റ്, ഒരു ബ്ലാക്ക് സ്പോട്ട് ഇട്ടിട്ടോ ഇടാതെയോ, ഇടുകയും ചെയ്യാം ഇടാതെയോ ഹൈറ്റ് മാർക്ക് ചെയ്യുന്നതിനെയാണ് സ്പോട്ട് ഹൈറ്റ് എന്ന് പറയുക. ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ഹൈറ്റ് രേഖപ്പെടുത്തുന്നു. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ സ്ഥലത്തിന്റെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ കൊണ്ടാണ് എന്നതാണ്. അപ്പോൾ ഈ 5 മെത്തേഡുകൾ ഓർത്തിരുന്നോ? ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് പരീക്ഷയ്ക്ക് ചോദിക്കാം. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് തിങ്സ് ക്യാൻ ബി അസസ്ഡ് ഫ്രം കോണ്ടൂർ ലൈൻസ്? ഒരു സ്ഥലത്തെ കോണ്ടൂർ ലൈനിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അസസ് ചെയ്യാനായിട്ട് സാധിക്കും? കോണ്ടൂർ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപോലെ ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന വരകളെയാണ് കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് കോണ്ടൂർ ലൈൻ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്തൊക്കെ അസസ് ചെയ്യാൻ പറ്റും? ലാറ്റിറ്റ്യൂഡ് അസസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കുറെ പേരുടെ തെറ്റിദ്ധാരണയാണ് ലാറ്റിറ്റ്യൂഡ് പറ്റും. ലാറ്റിറ്റ്യൂഡ് പറ്റില്ല. കോണ്ടൂർ ലൈൻ എന്തിനാ കാണിക്കുന്നത്? ഹൈറ്റിനെ. ഹൈറ്റ് ആണ് എന്ത്? ഓൾട്ടിറ്റ്യൂഡ്. അപ്പൊ ഹൈറ്റ് അറിയാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, നേച്ചർ ഓഫ് ദി സ്ലോപ്പ്. എന്താണ് നേച്ചർ ഓഫ് ദി സ്ലോപ്പ് എന്ന് പറയുന്നത്? ചില സ്ഥലത്ത് ഉള്ള ചരിവുകൾ എന്ന് പറയുന്നത് ഇങ്ങനെ കുത്തനെയുള്ള ചരിവുകളായിരിക്കും. എന്നാൽ ചില സ്ഥലത്തെ ചരിവുകൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഗ്രാജുവൽ സ്ലോപ്സ് ആയിരിക്കും. അപ്പോൾ കോണ്ടൂർ ലൈൻസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആ ഹൈറ്റ് കുത്തനെയുള്ള ഹൈറ്റ് ആണോ അല്ലെങ്കിൽ ഗ്രാജുവൽ ഹൈറ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നേച്ചർ ഓഫ് ദി സ്ലോപ്പ് അറിയാനായി സാധിക്കും. ഇനി കോണ്ടൂർ ലൈൻസ് അടുത്തടുത്താണ് വരയ്ക്കുന്നതെങ്കിൽ, കോണ്ടൂർ ലൈൻസ് ഇങ്ങനെ അടുത്തടുത്താണ് വരച്ചേക്കുന്നതെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്റ്റീപ്പ് സ്ലോപ്പാണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്റ്റീപ്പ് സ്ലോപ്പാണ്. എന്നാൽ കോണ്ടൂർ ലൈൻസ് അകത്തിയാണ് വരച്ചേക്കുന്നതെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഗ്രാജുവൽ സ്ലോപ്പ് ആണ്. അപ്പോൾ ക്ലിയർ ആണല്ലോ? അപ്പോൾ കോണ്ടൂർ ലൈൻസിൽ നിന്ന് ഒരു സ്ഥലത്തിന്റെ ഹൈറ്റ് അറിയാൻ പറ്റും. 2, അത് സ്റ്റീപ്പ് സ്ലോപ്പ് ആണോ ഗ്രാജുവൽ സ്ലോപ്പ് ആണോ എന്ന് അറിയാൻ പറ്റും. കോണ്ടൂർ ലൈൻസ് അടുത്തടുത്താണെങ്കിൽ സ്റ്റീപ്പ് സ്ലോപ്പ് ആയിരിക്കും, എന്നാൽ അകന്നകന്നാണെങ്കിൽ അത് ഗ്രാജുവൽ സ്ലോപ്പ് ആയിരിക്കും. അടുത്തത്, ഷേപ്പ് ഓഫ് ദി ലാൻഡ് ഫോം. കുന്നുകൾക്കും ഷേപ്പ് ഉണ്ട്. നമുക്കറിയാം ചില കുന്നുകൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇങ്ങനെ ഇരിക്കും, ചില കുന്നുകൾ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്, ചില കുന്നുകൾ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഓരോ കുന്നിൻ്റെയും ഷേപ്പ് എന്താണെന്ന് അറിയാനും കോണ്ടൂർ ലൈൻസ് ഉപയോഗിക്കാം. അപ്പം 3 കാര്യങ്ങളാണ് കോണ്ടൂർ ലൈൻസിൽ നിന്ന് നമുക്ക് അസസ് ചെയ്യാനായിട്ട് സാധിക്കുക. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദി പ്ലേസ്, ഒരു സ്ഥലത്തിൻ്റെ ഉയരം. നേച്ചർ ഓഫ് ദി സ്ലോപ്പ്, സ്ലോപ്പ് കുത്തനെയാണോ അല്ലെങ്കിൽ ചെറിയ സ്ലോപ്പാണോ എന്നുള്ളത്. ഷേപ്പ് ഓഫ് ദി ലാൻഡ് ഫോം. അപ്പോൾ only 3 can be assessed. ഓപ്ഷൻ C ആണ് നമ്മുടെ ആൻസർ. only 3 can be assessed. അടുത്ത ക്വസ്റ്റ്യൻ, the height of reservoirs and prominent buildings are recorded along with. ഞാൻ നേരത്തെ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. റിസർവോയേഴ്സ് ആൻഡ് പ്രോമിനൻറ്റ് ബിൽഡിങ്സ് ആർ റെക്കോർഡഡ് എലോങ് വിത്ത്. റിസർവോയേഴ്സും ബിൽഡിങ്സും എന്തിൻ്റെ കൂടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ഫോം ലൈൻസിലാണോ, സ്പോട്ട് ഹൈറ്റിലാണോ, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റിലാണോ, ബെഞ്ച് മാർക്കിലാണോ? റിസർവോയേഴ്സും ബിൽഡിങ്സും കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാ? അത് ബെഞ്ച് മാർക്സ് ആണ്. ഓപ്ഷൻ D ആണ് റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഗ്രിഡ് റെഫറൻസസ്. ഗ്രിഡ് ലൈൻസിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. എന്താണ് ഗ്രിഡ് ലൈൻസ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നോർത്തിങ് ആർ ദി ലൈൻ ഡ്രോയിങ് ഫ്രം നോർത്ത് ടു സൗത്ത്. റെഡ് കളർ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഗ്രിഡ് ലൈൻസ്. ഇറ്റ്സ് വാല്യൂ ഇൻക്രീസസ് ഫ്രം നോർത്ത് ടു സൗത്ത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഗ്രിഡ് ലൈൻസ് എന്ന് പറയുന്നത്? ഒരു മാപ്പിൽ ഒരു സ്ഥലത്തിന്റെ പർട്ടിക്കുലർ ലൊക്കേഷൻ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വരകളെയാണ് ഗ്രിഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മാപ്പിനെ വീണ്ടും നമുക്ക് ഇപ്പോൾ ഇന്ത്യയുടെ മാപ്പ് ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ ഈ മാപ്പിനെ വീണ്ടും നമ്മളിങ്ങനെ കോളങ്ങളായി തിരിക്കുന്നുണ്ട്. ഈ ഒരു കോളത്തിലെ ഒരു പർട്ടിക്കുലർ കോളം എടുത്തു കഴിഞ്ഞാൽ അതിനെ വീണ്ടും നമ്മൾ ചെറുതായി തിരിക്കും. എന്നിട്ട് ഇതിലൊരു കോളം എടുത്തു കഴിഞ്ഞാൽ ആ കോളം
സ്ഥലം ഒരു പർട്ടിക്കുലർ സ്ഥലമായിരിക്കും, ചിലപ്പോൾ ശ്രീനഗർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ശ്രീനഗറിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഒരു മാപ്പിനെ പല കോളങ്ങളായി തിരിക്കാൻ ഉപയോഗിക്കുന്ന വരകളെയാണ് ഗ്രിഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഗ്രിഡ് ലൈൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഒരു സ്ഥലത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ അറിയാനാണ് ഗ്രിഡ് ലൈൻസ് ഉപയോഗിക്കുന്നത്. രണ്ട് തരം ഗ്രിഡ് ലൈൻസ് ആണുള്ളത്. ഒന്ന് നോർത്തിങ്സ് എന്ന് അറിയപ്പെടുന്നു, രണ്ട് ഈസ്റ്റിങ്സ് എന്ന് അറിയപ്പെടുന്നു. രണ്ട് തരം ഗ്രിഡ് ലൈൻസ് ആണുള്ളത്, നോർത്തിങ്സും ഈസ്റ്റിങ്സും. ഇതിൽ നോർത്തിങ്സിനെ കുറിച്ചാണ് ഇവിടെ ചോദ്യം. നോർത്തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് വരയ്ക്കുന്ന ഗ്രിഡ് ആണെന്ന്. അല്ല, ഇത് നോർത്തിങ്സ് എന്ന് പറയുന്നത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് വരയ്ക്കുന്ന ഗ്രിഡ് ലൈൻസാണ്. ഇങ്ങനെ വരയ്ക്കുന്ന ലൈനുകളെയാണ് നോർത്തിങ് എന്ന് പറയുക. അങ്ങനെയെങ്കിൽ ഇതിനെന്തുകൊണ്ടാണ് നോർത്തിങ് എന്ന് പേര് കൊടുത്തേക്കുന്നത്? അതിന് കാരണം നോർത്തിലോട്ട് പോകുന്തോറും, മുകളിലോട്ട് പോകുന്തോറും ഇതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. ഇതിപ്പോൾ 21ാമത്തെ നോർത്തിങ് ആണെങ്കിൽ ഇത് 22 ആയിരിക്കും, ഇത് 23 ആയിരിക്കും, ഇത് 24 ആയിരിക്കും. നോർത്തിലോട്ട് പോകുന്തോറും ഇതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവരെ നോർത്തിങ് എന്ന് പറയുക. പക്ഷെ ഇത് നോർത്ത് ടു സൗത്ത് അല്ല വരയ്ക്കുന്നത്, വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് ഇവ വരയ്ക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക, ഗ്രിഡ് ലൈൻസ് എപ്പോഴും റെഡ് കളർ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ഗ്രിഡ് ലൈൻസ് എപ്പോഴും റെഡ് കളർ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ഇനി ഈ രണ്ട് ഗ്രിഡ് ലൈൻസിൻ്റെ ഇടയിൽ ഒരു പ്ലേസ് ഉണ്ടെങ്കിൽ ഈ പ്ലേസിൻ്റെ നോർത്തിങ് ഏതായിരിക്കും? 23 ആയിരിക്കോ 24 ആയിരിക്കോ? അത് ചെറിയ വാല്യൂ ആയിരിക്കും, 23 ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഇനി ഇവിടെയാണ് ഒരു ലൊക്കേഷൻ വരുന്നതെങ്കിലോ അതിൻ്റെ നോർത്തിങ് ഏതായിരിക്കും? 21 ആയിരിക്കോ 22 ആയിരിക്കോ? ചെറിയ വാല്യൂ 21 ആയിരിക്കും അതിൻ്റെ നോർത്തിങ് ആയിട്ട് എടുക്കുക. ഇനി എന്താണ് ഈസ്റ്റിങ്സ്? അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഈസ്റ്റിങ്സ്? ഈസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് വരയ്ക്കുന്ന വരയല്ല, നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് വരയ്ക്കുന്ന വരകളെയാണ് ഈസ്റ്റിങ്സ് എന്ന് പറയുക. നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് വരയ്ക്കുന്ന വരകളാണ് ഈസ്റ്റിങ്സ്. പിന്നെ എന്തുകൊണ്ടാണ് ഇതിന് ഈസ്റ്റിംഗ് എന്ന് പേര് കൊടുത്തത്? ഈസ്റ്റിലോട്ട് പോകുന്തോറും ഇതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. ഇത് 71 ആണെങ്കിൽ ഇത് 72, ഇത് 73, ഇത് 74. ഈസ്റ്റിലോട്ട് പോകുന്തോറും വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവരെ ഈസ്റ്റിങ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ 72നും 73നും ഇടയിൽ ഒരു സ്ഥലം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈസ്റ്റിംഗ് ഏതായിരിക്കും? 72 ആയിരിക്കും, കുറഞ്ഞ വാല്യൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, രണ്ട് നോർത്തിങ്സിൻ്റെ ഇടയിൽ ഒരു സ്ഥലം വന്നാൽ കുറഞ്ഞ വാല്യൂ എടുക്കണം. അതുപോലെ തന്നെയാണ് ഈസ്റ്റിങ്സിലും. 72നും 73നും ഇടയിൽ ഒരു സ്ഥലം വന്നു കഴിഞ്ഞാൽ 71 ആയിരിക്കും അവിടുത്തെ ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഒരു മാപ്പിലെ ഒരു സ്ഥലത്തെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന വരകളാണ് ഗ്രിഡ് ലൈൻസ്. ഗ്രിഡ് ലൈൻസ് എപ്പോഴും കാണിക്കുന്നത് റെഡ് കളർ കൊണ്ടാണ്. ഞാൻ പറഞ്ഞു രണ്ട് തരം ഗ്രിഡ് ലൈൻസ് ഉള്ളത്, നോർത്തിങ്സും ഈസ്റ്റിങ്സും. നോർത്തിങ് എന്ന് പറഞ്ഞാൽ നോർത്ത് ടു സൗത്ത് അല്ല. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് അവർ നോർത്ത് ടു സൗത്ത് എന്ന് പറയും. അല്ല, വെസ്റ്റ് ടു ഈസ്റ്റ് വരയ്ക്കുന്ന വരകളാണ്. ഇനി ഈസ്റ്റിങ്ങോ? ഈസ്റ്റിങ് നേരെ തിരിച്ച് നോർത്ത് ടു സൗത്ത് വരയ്ക്കുന്ന വരകളാണ് ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. ഈ രണ്ട് കേസിലും പേര് കൊടുത്തേക്കുന്നത് എങ്ങോട്ട് പോകുമ്പോൾ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു എന്നതിനെ വെച്ചിട്ടാണ്. നോർത്തിങ്സ് എന്ന് പറയുന്നത് നോർത്തിലോട്ട് പോകുമ്പോൾ അതിൻ്റെ വാല്യൂ കൂടി വരുന്നു. ഈസ്റ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റിലോട്ട് പോകുമ്പോൾ ആ ഗ്രിഡ് ലൈനിൻ്റെ വാല്യൂ കൂടി വരുന്നു. ഇനി നമുക്ക് നോക്കാം. നോർത്തിങ് ആർ ദി ലൈൻ ഡ്രോയിങ് ഫ്രം നോർത്ത് ടു സൗത്ത്. ആണോ? അല്ല, തെറ്റാണ്. നമ്മൾ എന്താ പറഞ്ഞത്? വെസ്റ്റ് ടു ഈസ്റ്റ്. വെസ്റ്റ് ടു ഈസ്റ്റ് വരയ്ക്കുന്ന വരകളാണ് നോർത്തിങ്സ്. ഇനി റെഡ് കളർ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഗ്രിഡ് ലൈൻസ്. അത് ശരിയാണ്, ഗ്രിഡ് ലൈൻസ് കാണിക്കാനായിട്ട് റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് വാല്യൂ ഇൻക്രീസസ് ഫ്രം നോർത്ത് ടു സൗത്ത്. അതും തെറ്റാണ്. എവിടേക്ക് എങ്ങോട്ടാണ് കൂടുന്നത്? സൗത്ത് ടു നോർത്ത് ആണ് വാല്യൂ കൂടുന്നത്. സൗത്തിൽ നിന്ന് നോർത്തിലോട്ട് പോകുമ്പോഴാണ് വാല്യൂ കൂടുന്നത്. അപ്പോൾ ചൂസ് ദി കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ ഒരേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ശരിയുള്ളൂ, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഓപ്ഷൻ എ only one statement is right. ഓപ്ഷൻ എ only one statement is right. അടുത്തത് ചൂസ് ദി കറക്റ്റ് പെയേഴ്സ്. ഇവിടെ മാപ്പിങ്ങിൽ ഉപയോഗിക്കുന്ന കളറുകളും അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന വസ്തുക്കളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബ്രൗൺ കളർ ഗ്രിഡ് ലൈൻ,
ഗ്രീൻ കളർ ഫോറസ്റ്റ്, ബ്ലൂ കളർ ഡ്രൈഡ് വാട്ടർ ബോഡീസ്, ബ്ലാക്ക് കളർ ബാരൻ ലാൻഡ്. ചൂസ് ദി കറക്റ്റ് ആൻസർ. ഇതിൽ കറക്റ്റ് ആൻസർ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, കറക്റ്റ് ഇതിൽ നിന്ന് കിട്ടാൻ ചാൻസ് കുറവാണ്. നിങ്ങൾ ഇൻകറക്റ്റ് എടുത്തോ. ഓക്കെ, ഒന്ന് നോക്കാവോ ആൻസർ ഏതായിരിക്കും വരുന്നതെന്ന്? ഓക്കെ, നമുക്ക് നോക്കാം. ഇൻകറക്റ്റ് എടുത്താൽ മതിയെ, ഇൻകറക്റ്റ്. ഓക്കെ, അപ്പോൾ ബ്രൗൺ കളർ ഗ്രിഡ് ലൈൻ ശരിയാവോ? ബ്രൗൺ കളർ ഗ്രിഡ് ലൈൻ ആണോ? അല്ല. ഗ്രിഡ് ലൈൻ എന്ത് കളറും കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? റെഡ് കളറാണ്, ഞാൻ പറഞ്ഞു. ഇനി ഗ്രീൻ കളർ ഫോറസ്റ്റ്, അത് ശരിയാണ്. ബ്ലൂ കളർ ഡ്രൈഡ് വാട്ടർ ബോഡി, അല്ല. ഡ്രൈഡ് വാട്ടർ ബോഡി അല്ല ബ്ലൂ കളറും കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബ്ലൂ കളറും കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പെർമനന്റ് വാട്ടർ ബോഡിയാണ്. പെർമനന്റ് വാട്ടർ ബോഡിയാണ് ബ്ലൂ കളറും കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും തെറ്റി. ഇപ്പോൾ 1 തെറ്റി, 3 തെറ്റി. ഓക്കെ, ഇനി ബ്ലാക്ക് കളറ് ബാരൻ ലാൻഡ്, അതും തെറ്റാണ്. ബ്ലാക്ക് കളറ് ആണ് ഡ്രൈഡ് വാട്ടർ ബോഡി. ബ്ലാക്ക് കളറാണ് ഡ്രൈഡ് വാട്ടർ ബോഡി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1ഉം 3ഉം 4ഉം തെറ്റാണ്. ഓക്കെ, ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ ഈ ഓപ്ഷൻസ് ശരിയല്ല കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക, ഇവിടെ ഈ ഓപ്ഷൻസ് ശരിയല്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ കളറുകൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അതായത് ബ്രൗൺ കളർ അല്ല ഗ്രിഡ് ലൈൻ എന്ന് പറയുന്നത് റെഡ് കളറാണ്. ഇനി ഗ്രീൻ കളർ ഫോറസ്റ്റ്, അത് ശരിയാണ്. ഇനി ബ്ലൂ കളർ ഡ്രൈഡ് വാട്ടർ ബോഡി അല്ല. ഡ്രൈഡ് വാട്ടർ ബോഡീനെ കാണിക്കുന്നത് ബ്ലാക്ക് കളറും കൊണ്ടാണ്. ഇനി ബ്ലാക്ക് കളർ ബാരൻ ലാൻഡ്, അപ്പൊ അത് തെറ്റാണ്. ബാരൻ ലാൻഡ് കാണിക്കുന്നത് വൈറ്റ് കളർ കൊണ്ടാണ്. ബാരൻ ലാൻഡ് കാണിക്കുന്നത് വൈറ്റ് കളർ കൊണ്ടാണ്. ഇനി ഡ്രൈഡ് വാട്ടർ ബോഡി ബ്ലാക്ക് ആണെന്ന് പറഞ്ഞു. അപ്പൊ ബ്ലൂ എന്താണ്? പെർമനന്റ് വാട്ടർ ബോഡി, അല്ലെങ്കിൽ റിവേഴ്സ് ഒക്കെ പെർമനന്റ് വാട്ടർ ബോഡീസ്, അല്ലെങ്കിൽ റിവറും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് എന്ത് കളറ്? ബ്ലൂ എന്ന് പറയുന്ന കളറ്. ഇനി റെഡ് ഉപയോഗിക്കുന്ന വേറെ കാര്യങ്ങളാണ് റോഡ്, അതുപോലെ തന്നെ ഹൗസ്, അല്ലെങ്കിൽ സെറ്റിൽമെന്റ്സ് എന്ന് പറയാം. അപ്പോൾ ഓർത്തിരുന്നോ, റെഡ് കളറിൽ എന്തൊക്കെ കാണിക്കും? റോഡ്, വീട്, ഗ്രിഡ്, എല്ലാം ഡ ആണ്. റെഡ്. അപ്പോൾ ഗ്രിഡ്, റോഡ്, വീട്, സെറ്റിൽമെന്റ്സ്, റോഡ്, ഹൗസസ്, ഗ്രിഡ്, ഇതാണ് റെഡ് കളറിൽ കാണിക്കുക. ഗ്രീൻ കളറിൽ ഫോറസ്റ്റ് ആണ് കാണിക്കുക. ഉണങ്ങിപ്പോയ വാട്ടർ ബോഡീസ്, വെള്ളമില്ലാത്ത വാട്ടർ ബോഡീസ് ബ്ലാക്ക് ആണ്. ഇനി വൈറ്റ് കാണിക്കുന്നത് ബാരൻ ലാൻഡ്, തരിശു ഭൂമികളെയാണ് വെള്ള കൊണ്ട് കാണിക്കുക. പെർമനന്റ് വാട്ടർ ബോഡീസ് ആണെങ്കിൽ ബ്ലൂ കളർ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കോണ്ടൂർ ലൈൻസ് കാണിക്കുന്നത് ബ്രൗൺ കളർ കൊണ്ടാണ്. നമ്മൾ പറഞ്ഞു കോണ്ടൂർ ലൈൻസ് ബ്രൗൺ കളറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദി ഇൻകറക്റ്റ് പെയേഴ്സ്. ഇൻകറക്റ്റ് പെയേഴ്സ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഇൻകറക്റ്റ് പെയേഴ്സ്. ഓക്കെ, ഒന്ന് നോക്കിക്കേ. ഞാൻ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, അതിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഐസോ ഹ്യൂമിഡിറ്റി ശരിയാണ്. ഐസോ ഹെല്ല്, ഇത് ഞാൻ പറഞ്ഞില്ല. ഐസോ ഹെല്ല് അല്ല സലൈനിറ്റി. ഐസോ ഹെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ ഇൻസൊലേഷൻ ആണ്. സോളാർ ഇൻസൊലേഷൻ, സൂര്യപ്രകാശത്തിന്റെ അളവാണ് ഐസോ ഹെല്ല് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഐസോ നെംഫ് ക്ലൗഡിനെസ്, ഞാൻ പറഞ്ഞു നെംഫ് ശരിയാണ്. ഐസോ ടാക്ക്, അത് സ്പീഡ് ഓഫ് ദി വിൻഡ്, അത് ശരിയാണ്. ഐസോ ഹാലൈൻ ആണ് എന്ത്? സലൈനിറ്റി. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഐസോ ഹാലൈൻസ് ആണ് സലൈനിറ്റി. അപ്പൊ നമ്മളോട് എന്താ ചോദിച്ചത്? ചൂസ് ദി ഇൻകറക്റ്റ് പെയേഴ്സ്. കറക്റ്റ് പെയേഴ്സ് അല്ല, ഇൻകറക്റ്റ് പെയേഴ്സ്. ഇൻകറക്റ്റ് ഏതൊക്കെ? 2 ഇൻകറക്റ്റ് ആണ്, 5 ഇൻകറക്റ്റാ. 2ഉം 5ഉം ആണ് തെറ്റ്. അപ്പൊ ആൻസർ എന്താ വരിക? ഓപ്ഷൻ ബി ആണ് വരിക. 2 and 5 ഉള്ളി. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തില്ല. ഐസോ ഹെല്ല് എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശമാണ്. ഹെല്ല് എന്ന് പറയുമ്പോൾ നരകം എന്ന് ഓർത്താൽ മതി. നരകത്തിൽ ചൂട് കൂടുതലാണല്ലോ. അപ്പോൾ സോളാർ ഇൻസുലേഷൻസ് കൂടുതൽ ആകുമ്പോഴാണ് ചൂട് കൂടുക. നരകത്തിൽ ഭയങ്കര ചൂടാണ്, സൂര്യപ്രകാശം കൂടുതലാന്ന് ഓർത്താൽ മതി. ഐസോ ഹെല്ലിലാണ് എന്ത് വരിക? സോളാർ ഇൻസുലേഷൻസ് വരിക. ഇനി which of the following instruments are used to assess the distance in a map? ഒരു മാപ്പിൽ ഡിസ്റ്റൻസ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെ? മാപ്പിങ്ങിൽ നമ്മൾ പലതരം ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കും. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഉപകരണങ്ങളാണ് ഡിസ്റ്റൻസ് അളക്കാനായിട്ട് ഉപയോഗിക്കുന്നത്? ഒപ്പിസോമീറ്റർ,
പ്ലാനിമീറ്റർ, തിയോഡലൈറ്റ്, റോട്ടാമീറ്റർ. ചൂസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടിയോ? ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒപ്പിസോമീറ്റർ ഡിസ്റ്റൻസ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. എസ്പെഷ്യലി നമ്മുടെ റിവറൊക്കെ ഉണ്ടല്ലോ, വളഞ്ഞു പുളഞ്ഞിരിക്കുന്ന സ്ട്രക്ചേഴ്സ്, അതിൻ്റെ ഡിസ്റ്റൻസ് അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഒപ്പിസോമീറ്റർ. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് റോട്ടാമീറ്റർ. അതും ഡിസ്റ്റൻസ് അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം. അപ്പോൾ ആൻസർ എന്താ വരിക? 1ഉം 4ഉമാണ്. ചൂസ് ദി കറക്റ്റ് ആൻസർ എന്നാ പറഞ്ഞേക്കണേ. ഓപ്ഷൻ ബി 1 and 4 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ പ്ലാനിമീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? മാപ്പിങ്ങിൽ ഏരിയ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പ്ലാനിമീറ്റർ. മാപ്പിങ്ങിൽ ഏരിയ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? നമ്മുടെ പ്ലാനിമീറ്റർ. അടുത്താണ് തിയോഡലൈറ്റ്. മാപ്പിങ്ങിൽ പർവ്വതങ്ങളുടെ ഉയരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം, ഹൈറ്റ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തിയോഡലൈറ്റ്. ഈ 4ഉം പഠിച്ചു വെച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാപ്പിങ്ങിൽ റിവർ പോലുള്ള വളഞ്ഞു വളഞ്ഞിരിക്കുന്ന സ്ട്രക്ചേഴ്സിൻ്റെ ഡിസ്റ്റൻസ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഒപ്പിസോമീറ്ററും റോട്ടാമീറ്ററും. പ്ലാനിമീറ്റർ ഏരിയ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം, തിയോഡലൈറ്റ് ഹൈറ്റ് അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1ഉം 4ഉം ആണ്. ആൻസർ വിൽ ബി ഓപ്ഷൻ ബി 1 and 4. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി മാപ്പിങ്ങുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും നമ്മളിവിടെ കവർ ചെയ്തു. ഇനി ഞാനിവിടെ പറയാതെ പോയ ഒരു കാര്യമുണ്ട്. ആദ്യമായിട്ട് മാപ്പിംഗ് ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന സംസ്കാരം, സിവിലൈസേഷൻ, അത് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനാണ്. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻസിൽ മാപ്പിംഗ് ആദ്യമായി ചെയ്തത് ക്ലേയിലാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ബേക്ക്ഡ് ക്ലേ. ഓക്കെ, ചുട്ട കളിമണ്ണിലാണ് അവർ ആദ്യമായിട്ട് മാപ്പ് ഉണ്ടാക്കിയത്. ഈ മെസപ്പൊട്ടോമിയക്കാർ ആദ്യമായി മാപ്പ് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിലവർ സിമ്പിൾസും സൈൻസും ഉപയോഗിച്ചതായിട്ട് പറയുന്നുണ്ട്. മാപ്പിങ്ങിൽ ഉപയോഗിക്കുന്ന സൈൻസ് ആൻഡ് സിമ്പിൾസിനെയാണ് നമ്മൾ കൺവെക്ഷണൽ സിമ്പിൾസ് എന്ന് പറയുന്നത്. കൺവെക്ഷണൽ സിമ്പിൾസ് എന്നാണ്, അല്ലെങ്കിൽ കൺവെക്ഷണൽ സൈൻസ് എന്നാണ് അതിനെ പറയുക. ഓക്കെ, കൺവെൻഷണൽ സൈൻസ് ഓർ കൺവെൻഷണൽ സിമ്പിൾസ്. കൺവെക്ഷണൽ അല്ല, കൺവെൻഷണൽ. ഓക്കെ, അപ്പോൾ മാപ്പിംഗ് എന്ന ടോപ്പിക്ക് നിങ്ങൾക്കിവിടെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഏകദേശം ഒരു 15ഓളം വരുന്ന ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ മാപ്പിങ്ങിൻ്റെ ഭൂരിഭാഗം ടോപ്പിക്കും ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ട്, ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങളെ എക്സാമിന് ഹെൽപ്പ് ചെയ്യും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകളുമായി ഇനിയും അടുത്ത സെഷനുകളിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ. ഹാവ് എ നൈസ് ഡേ.